ഹായ് ഡിയേഴ്സ്, ഈ പ്ലാന്റ് ആണ് പൗഡർ പഫ് അല്ലെങ്കിൽ കാലിയാൻഡ്ര. നമുക്കിതിനെ പൗഡർ പഫിൻ്റെ രാജകുമാരി എന്ന് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. നമ്മൾ നോർമലി കാണുന്ന പൗഡർ പഫ് പോലെയല്ല ഈ ഹൈബ്രിഡ് വെറൈറ്റി. ഇത് ഒരു വേറെ ലെവൽ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ ഈ പ്ലാന്റ് അവൈലബിളും ആണ്. അപ്പം നമുക്ക് ഈ പ്ലാന്റ് സ്റ്റോക്ക് വന്നപ്പോഴും ഇത് ഇത്രയും ഭംഗിയുള്ളൊരു പ്ലാന്റാണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഇതുപോലെയാണ് ഈ പ്ലാന്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ നല്ല സൺലൈറ്റിൽ വെക്കണം. നല്ല സൺലൈറ്റിൽ വെച്ച് നല്ല നനവും കൊടുത്ത് ഒറ്റ തവണ ഒരു NPKയും സ്പ്രേ ചെയ്തങ്ങ് കൊടുത്താലുണ്ടല്ലോ ഈ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് വരും. ഈ പ്ലാന്റിൻ്റെ ഓരോ മാറ്റവും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഈ പ്ലാന്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങാൻ തോന്നില്ല, അല്ലെ ഒരു ഇഷ്ടം തോന്നില്ല. കാരണം നമുക്കിതിൻ്റെ നാടൻ വെറൈറ്റി ഇതിനേക്കാൾ ഭംഗിയായിട്ട് വീട്ടിലുണ്ടാവും. അപ്പോൾ ഈ പ്ലാന്റ് മാറി മാറി വന്നപ്പോൾ ഒന്നും കൂടി ഒന്ന് ഹെൽത്തിയായി നല്ല ഭംഗിയായി ലീഫൊക്കെ കാണാൻ. ഇപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലാന്റായി. ഇത് വെച്ചിരിക്കുന്നത് ഡയറക്റ്റായിട്ട് നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് കേട്ടോ. കുറച്ചും കൂടി വലിയൊരു പോട്ടിലേക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാവും കാണാനായിട്ട്. അപ്പോൾ ഇത് നാടൻ പൗഡർ പഫാണ്, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇലയ്ക്കും ഫ്ലവറിനൊക്കെ മാറ്റമുണ്ട്. ഫ്ലവർ കുറച്ചും കൂടി വലിപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇലയും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് കൊണ്ടുവന്ന് ഒരു 2 വീക്സൊക്കെ ആയപ്പോഴേക്കും ഇതുപോലെയായി ഈ പ്ലാന്റ്. നല്ല അടിപൊളി പ്ലാന്റായി കേട്ടോ. ഇതങ്ങനെ നശിച്ചു പോവില്ല. വർഷത്തിൽ എല്ലാ സമയത്തും ഇതിൽ നിറച്ചും പൂക്കളുണ്ടാവും. ഇതുപോലെ ബഡ്സ് വന്നിട്ടാണ് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നത്. നിറച്ചും പൂക്കളുണ്ടാവും എല്ലാ സമയത്തും. കാരണം ഇതിനകത്ത് നിറയെ ബഡ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ, പൗഡർ പഫിൻ്റെ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സൈസിലുള്ള പ്ലാന്റിന് 299 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ പൗഡർ പഫിൻ്റെ പ്ലാന്റ് ഇഷ്ടമുള്ളവർക്കും ഇതിന് ആവശ്യമുള്ള ആൾക്കാർക്കും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ചയായിരിക്കും ഈ പ്ലാന്റ് അയച്ച് തരിക കേട്ടോ. വർഷത്തിൽ 2 അല്ലെങ്കിൽ 3 തവണയൊക്കെ ഒന്ന് വളങ്ങൾ ചെയ്ത് കൊടുത്താൽ തന്നെ ഇത്രത്തോളം ഭംഗിയായിട്ട് പൂക്കളുണ്ടാകുന്ന ചെടികളൊക്കെ ആർക്കാണല്ലേ ഇഷ്ടമില്ലാത്തത്? അധികം കെയറിങ് ഒന്നുമില്ലാത്ത, അധികം പ്ലാന്റ്സിന് കെയറിങ് കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത, എന്നാൽ പ്ലാന്റ്സ് വളർത്താനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയൊരു പ്ലാന്റാണ്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഈ പ്ലാന്റ് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ.